കാട്ടിൽ ഒരു വലിയ മരം ഉണ്ടായിരുന്നു. ആ മരത്തിലായിരുന്നു കുക്കുകിളി താമസിച്ചിരുന്നത്. കുറെ വർഷങ്ങളായി കുക്കുകിളി ആ മരത്തിൽ തന്നെയായിരുന്നു താമസിക്കുന്നത്. ആ കാട്ടിൽ വലിയ കാറ്റും മഴയും വന്നിട്ടും കുക്കുകിളിയുടെ കൂടിന് യാതൊരു കേടുപാടുകളും സംഭവിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ഒരു കുഞ്ഞു കിളി ഈ മരത്തിൽ പുതിയൊരു കൂടുകൂട്ടി താമസം ആരംഭിച്ചു. ഇത് കുക്കുകിളിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുക്കുകിളി മരത്തിനോട് പറഞ്ഞു, ഞാനല്ലേ പണ്ടുമുതൽ ഇവിടെ താമസിക്കുന്നത്. ഇവിടെ പുതിയ ആരും താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇത് കേട്ട മരം പറഞ്ഞു, എന്റെ ശരീരത്തിൽ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ, ഒരു കുഞ്ഞു കിളിയും കൂടി താമസിച്ചു എന്നുവച്ച് ഒന്നും സംഭവിക്കാൻ പോണില്ല. എന്നാൽ കുക്കുകിളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. വാശി പിടിച്ച് കുക്കുകിളി ആ മരത്തിൽ നിന്നും അടുത്തുള്ള വാഴമരത്തിലേക്ക് താമസം മാറ്റി. കുറച്ചു നാളുകൾ കഴിഞ്ഞതും ആ കാട്ടിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടായി. ഈ മഴയിലും കാറ്റിലും പെട്ട് വാഴ മറിഞ്ഞു വീണു. കുക്കുകിളിയുടെ കൂട് തകർന്നുപോയി. കുക്കുകിളിക്ക് ഭയങ്കര വിഷമമായി. കുക്കുകിളി തിരിച്ചുവന്നു പഴയ മരത്തിനോട് ചോദിച്ചു, ഞാനിവിടെ തന്നെ കൂടുകെട്ടി താമസിച്ചോട്ടെ. ഇത് കേട്ടപ്പോൾ മരം പറഞ്ഞു, നീ ഇവിടെ നിന്നും വാശി പിടിച്ചു ഇറങ്ങിപ്പോയതല്ലേ. ഇപ്പോൾ എന്തുപറ്റി? കുക്കുകിളി പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എന്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. ഇനി ഞാൻ ഒരിക്കലും ഇതുപോലെ പെരുമാറില്ല. അങ്ങനെ കുക്കുകിളി ആ മരത്തിൽ തന്നെ കൂടുവെച്ച് താമസിച്ചു. പിന്നീട് ആ കാട്ടിൽ വലിയ കാറ്റും മഴയും ഉണ്ടായി. പക്ഷേ കുഞ്ഞുകിളിയുടെയും കുക്കുകിളിയുടെയും കൂടിന് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. അങ്ങനെ അവർ ആ കാട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു. ഈ കഥയിലൂടെ നാം എന്തു മനസ്സിലാക്കണം കൂട്ടുകാരെ? മറ്റുള്ളവരുമായി നാം എപ്പോഴും സഹകരിച്ച് ജീവിക്കണം. കൂട്ടുകാരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.